എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 അസിസ്റ്റന്റ് കമ്പൈലർ എന്നുള്ള തസ്തികയിലേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാറ്റിക് പാർട്ടാണ് കേട്ടോ. മാത്സ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിക് പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 10,000 രൂപ പ്രതിമാസ വരുമാനമുള്ള ഒരു കുടുംബത്തിന്റെ പ്രതിമാസ ചെലവുകൾ കാണിക്കുന്ന പൈ ചാർട്ട് ചുവടെ കൊടുത്തിരിക്കുന്നു. ഈ കുടുംബം ഭക്ഷണത്തിന് ചെലവാക്കുന്ന തുക എത്ര? ഭക്ഷണം എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയിലാണ് വരുന്നത്? 90 ഡിഗ്രി ആണ് വരുന്നത്. ആകെ മൊത്തം എത്രയുണ്ട്? 360 ഡിഗ്രി ആണെന്ന് അറിയാം. സർക്കിളിന് 360 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ. അതിൽ 90 ഡിഗ്രി ആണ് ഏതിന്? ഭക്ഷണത്തിനുള്ളത്. അപ്പൊ 90/360 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/4 എന്ന് വരും അല്ലെ. 4 36 1/4. അപ്പൊ 1/4 10,000ന്റെ 1/4 ആണ് ഏതിനായി ചെലവാക്കണത്? ഭക്ഷണത്തിനായി. അപ്പൊ എങ്ങനെയാണ് നോക്കുക? 10,000 ഇൻറ്റു 1/4 അത് എത്രയാണ് വരിക? 100ല് 25 4 100, പിന്നെ 2 0 കൂടി ഉണ്ട്. അപ്പൊ 2,500 രൂപ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുടുംബത്തിന്റെ പ്രതിമാസ ചെലവുകൾ കാണിക്കുന്ന പൈ ചാർട്ടിൽ ചികിത്സാ ചെലവ് കാണിച്ചിരിക്കുന്നു. ഭാഗത്തിന്റെ കോണളവ് 72 ഡിഗ്രി ആണെങ്കിൽ ചികിത്സാ ചെലവ് ആകെയുള്ളതിന്റെ എത്ര ശതമാനമാണ്? അതായത് ആകെയുള്ളത് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി അല്ലേ. അപ്പൊ 72 360ന്റെ എത്ര ശതമാനമാണ് എന്നാണ് നമുക്ക് കണ്ടത്. അപ്പൊ 72/360 ഇൻറ്റു 100. അപ്പൊ ഏതാണ്? 0 വെട്ടിക്കളഞ്ഞു. 36ല് 72ല് 2 പ്രാവശ്യം പോവും. അപ്പൊ 20%. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കമ്പനിയുടെ 6 മാസത്തെ വിൽപ്പന സൂചിപ്പിക്കുന്ന ബാർ ഡയഗ്രാം തന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്ന മാസത്തെയും ഏറ്റവും കുറവ് വിൽപ്പന നടന്ന മാസത്തെയും വിൽപ്പനകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അതായത് ഇവിടെ മാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിൽപ്പനയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇവിടെയാണ് അല്ലെ. ഇവിടെ എത്രയാണ്? 5,000 ആണ്. മെയ് മാസത്തില് 5,000 ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഇനി കുറവുണ്ടായത് ഏതാണ്? സെപ്റ്റംബർ മാസത്തില് 1,000 ആണ് അല്ലെ. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 5,000 മൈനസ് 1,000 അത് എത്രയാണ്? 4,000. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ ഹിസ്റ്റോഗ്രാം വരച്ചാൽ അതിലെ ഏറ്റവും ഉയരമുള്ള ചതുരത്തിന്റെ ഉയരം ഡാഷ് യൂണിറ്റ് ആയിരിക്കും. ഏറ്റവും ഉയരമുള്ള ചതുരം എന്ന് പറയുന്നത് ഇവിടെ ആവൃത്തിയിൽ ഏറ്റവും കൂടുതലുള്ളതാവില്ലേ. അപ്പൊ ഏതാണ് ആൻസർ? 20 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കുകൾ ഒരു പട്ടികയായി തന്നിരിക്കുന്നു. മാർക്കുണ്ട്, ആവൃത്തിയുണ്ട്. ഒരു കുട്ടിയുടെ മാർക്ക് 20 എന്നതിന് പകരം 30 എന്ന് തെറ്റായി ചേർത്തതായി പിന്നീട് മനസ്സിലാക്കുന്നു. തെറ്റ് തിരുത്തിയ പുതിയ പട്ടിക തയ്യാറാക്കുമ്പോൾ വരുന്ന മാറ്റം ഏതെല്ലാം? അതായത് 30 എന്നുള്ളത് തെറ്റാണ്. അപ്പൊ അത് മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഏതെന്നാണ് മൈനസ് ചെയ്യണേ? ഇതിലാണ് മൈനസ് ചെയ്യാൻ പറ്റുക അല്ലെ. 30 തൊട്ട് 40 വരെയുള്ളത് ഇതിലാണ്. അപ്പൊ ഇതിന്ന് എന്ത് കുറയണു? ഒരാവൃത്തി കുറയും അല്ലെ. ഇതിലെന്ത് ചെയ്യും? ഒരാവൃത്തി കൂടും. കാരണം 20 തൊട്ട് 30 വരെയുള്ളത് ഇവിടെയാണ്. 20 ഇവിടെയാണ് കൂടുക. അപ്പൊ ഇത് +1ഉം ഇത് -1. അതായത് 30 40 ക്ലാസിന്റെ ആവൃത്തി 1 കുറയും. 20 30 ക്ലാസിന്റെ ആവൃത്തി 1 കൂടും. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്ഥാപനത്തിൽ 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള 100 തൊഴിലാളികളുണ്ട്. ഇവരിൽ 60 പേരുടെ പ്രായം 40ൽ കുറവും 10 പേരുടെ പ്രായം 45ൽ കൂടുതലുമാണ്. എങ്കിൽ 40നും 45നും ഇടയിൽ പ്രായമുള്ളവരുടെ എണ്ണം എത്ര? അതായത് എല്ലാം കൂടി 100 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 40ൽ കുറവായത്, അതായത് 40ന്ന് ഇങ്ങോട്ടുള്ളത് എത്രയാണ്? 60 പേരാണ്. 45നും മീതെയുള്ളത്, അതായത് ഇവിടെ 45 ആണ് വെച്ചെങ്കിൽ അതിന് മീതെയുള്ളത് എത്ര പേരുണ്ട്? 10 പേരുണ്ട്.
അപ്പൊ 40നും 45നും ഇടയിലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതെങ്ങനെ കിട്ടും? ഇത് രണ്ടും കൂടി കൂട്ടി 100ന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 100 മൈനസ് 60 പ്ലസ് 10 എത്രയാണ്? 70. അപ്പൊ ഏതാണ് ആൻസർ? 30 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന വിലകളുടെ മാധ്യം ഡാഷ് ആയിരിക്കും. മാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ്, അതായത് ശരാശരി. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതെല്ലാം കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര വരും നോക്കൂ. 6ഉം 5ഉം 11, 11ഉം 3ഉം 14, 14ഉം 8ഉം 22, 6ഉം 28, 8ഉം 36, 3ഉം 39, 7ഉം 46 അല്ലെ. 4 ഉണ്ട്. 4ഉം 6ഉം 10, 10ഉം 6ഉം 16, 6ഉം 22, 5ഉം 27, 27ഉം 5ഉം 32, 32ഉം 4ഉം 36, 39, 41, 416 അല്ലെ. 416 ഡിവൈഡഡ് ബൈ 8 എത്ര വരും? 40ൽ എത്ര പ്രാവശ്യം പോവും? 8 5 പ്രാവശ്യം അല്ലെ. പിന്നെ 16 ആവും. അപ്പോ 2 പ്രാവശ്യം. അപ്പൊ 52 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40 പ്ലസ് കെ, 36 പ്ലസ് 2 കെ, 32 പ്ലസ് 3 കെ, 28 പ്ലസ് 4 കെ, 24 പ്ലസ് 5 കെ എന്നിവ മാധ്യം 38 ആയ എണ്ണൽ സംഖ്യകളായാൽ കെയുടെ വില. എങ്ങനെയാണ് മാധ്യം കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണാണ്? 5 എണ്ണം അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 38 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്ന് കെ കണ്ടുപിടിച്ചൂടെ? ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാവും? 40ഉം 36ഉം 76 ആണ്. 76ഉം 32 ഉണ്ട്, 28 ഉണ്ട്, പിന്നെ 24 ഉണ്ട് അല്ലെ. 28ഉം 2ഉം 30, 30ഉം 60 ആയി ഇവിടെ. അപ്പൊ 84 ആയി. 84ഉം 76ഉം 6 4 10, 1 16, 160 അല്ലെ. 160 പ്ലസ് എത്ര കെ ഉണ്ട് നോക്കൂ. 1 കെ, 1 2 3, 3ഉം 6, 4ഉം 10, 5ഉം 15. 15 കെയും കൂടി കൂട്ടിയ ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 38 ആണ്. അതായത് ഇത് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകളുണ്ട്? 5 സംഖ്യകൾ. അതാണ് ശരാശരി, അതായത് മാധ്യം. ആദ്യം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 38 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കെ കണ്ടുപിടിക്കുക? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ 38 ഇൻറ്റു 5 എന്നായി. 5 40, 4 3 15 4 19, 190. ഇനി ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും? മൈനസ് 160 എന്നാവും. അപ്പൊ എന്താവും? 30. അപ്പൊ 15 കെ എന്ന് പറയുന്നത് 30 ആണെച്ചെങ്കിൽ കെ എന്താവും? 30/15. അത് എത്രയാണ്? 2. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 10 അംഗ ടീമിന്റെ പ്രായത്തിന്റെ മാധ്യം 28 ആണ്. പുതുതായി ഒരാൾ കൂടി ടീമിൽ ചേർന്നപ്പോ പ്രായത്തിന്റെ മാധ്യം 29 ആയി. പുതുതായി ചേർന്ന ആളിന്റെ പ്രായം എത്ര? അതായത് 10 അംഗ ടീമിന്റെ പ്രായത്തിന്റെ മാധ്യം, അതായത് അപ്പൊ ടോട്ടൽ എത്രയാവും? അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 28 ഇൻറ്റു 10 ആവും അല്ലെ. 280 ആവും. ഇനി എന്താ? ഒരാൾ കൂടി ചേർന്നപ്പോ 11 ആയി അല്ലെ. അപ്പൊ മാധ്യം എത്രയായി? 29 ആയി. അപ്പൊ ആ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായി? 29 ഇൻറ്റു 11. 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എഴുതുക, 9 എഴുതുക, 2 9ഉം കൂടി കൂട്ടുക, 11 എഴുതുക. അപ്പൊ ഈ 1 ഇതിന്റെ കൂടെ കൂട്ടണം. അപ്പൊ 319 ആയി. 319. ഇനി ഈ ടോട്ടലിൽ നിന്ന് ഈ ടോട്ടൽ മൈനസ് ചെയ്താൽ നമുക്ക് പുതുതായി ചേർന്നത് കിട്ടും. അപ്പൊ 319 മൈനസ് 280. അത് എത്രയാണ്? 9 3 39 അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. പുതുതായി ചേർന്നത് 39 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ മാധ്യം 28 ആണെങ്കിൽ ആദ്യ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ വെട്ടിക്കളയാനുള്ള പാകത്തിന് എങ്ങനെ എടുക്കണം? എക്സ് എടുക്കുക, എക്സ് പ്ലസ് 2 എടുക്കുക, എക്സ് മൈനസ് 2 എടുക്കുക. വെട്ടിക്കളയാനാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. എക്സ് പ്ലസ് 4 എടുക്കുക, എക്സ് മൈനസ് 4 എടുക്കുക. ഇങ്ങനെ 5 സംഖ്യകൾ എടുത്തുണ്ട് വെച്ചെങ്കിൽ ഇതിന്റെ മാധ്യം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 28 പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മാധ്യം എങ്ങനെ കാണുക? ഇത് പ്ലസ് ഇതെല്ലാം കൂടി കൂട്ടുക അല്ലെ. തുക ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പൊ ഈക്വൽ ടു 28 ആയ
എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇതെല്ലാം വെട്ടിപ്പോവില്ലേ? -4ഉം +4ഉം -2ഉം +2ഉം വെട്ടി. അപ്പൊ 5x ബൈ 5 എന്ന് പറയുന്നത് 28 അപ്പൊ എക്സ് എന്താണ്? 28. പക്ഷെ നമുക്ക് എന്താ ചോദിച്ചിരിക്കണേ? ആദ്യ സംഖ്യയാണ് അല്ലെ? ആദ്യ സംഖ്യ നമ്മൾ ഏതായിട്ടാണ് എടുത്തത്? 28 - 4 അല്ലെ? അപ്പൊ 28 - 4 എന്ന് പറയുന്നത് എത്രയാണ്? 24. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. പക്ഷെ നിങ്ങൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ എക്സ് കിട്ടിയ ഉടനെ ആൻസർ എഴുതരുത്. അവര് ചോദിച്ചിരിക്കുന്നത് ആദ്യ സംഖ്യയാണ്. ആദ്യ സംഖ്യ കാണാൻ 28 - 4 ചെയ്യണം. അപ്പൊ 24. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം 60 കിലോഗ്രാമും 30 കുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം 50 കിലോഗ്രാമും ആണ്. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം എന്ത്? അതായത് 20 കുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം അപ്പൊ 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാവും? 20 × 60 ആവും അല്ലെ? പ്ലസ് 30 കുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം എത്രയാണ്? 30 × 50 ആണ്. അപ്പൊ ടോട്ടൽ എന്ത് വരും? 30 × 50 അല്ലെ? ഇതാണ് ആകെ ടോട്ടൽ. ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളുണ്ട്? 20 + 30 50 കുട്ടികളുണ്ട് അല്ലെ? 50. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്? 26 12 1200 പ്ലസ് 35 15 1500 ഡിവൈഡഡ് ബൈ 50 അല്ലെ? അപ്പൊ എത്ര വരും? 27 0 ബൈ 50. അപ്പോ 5 25 20 4 5 20. അപ്പൊ ഏതാണ് ആൻസർ? 54 എന്നുള്ളതാണ് ആൻസർ. ആകെ കുട്ടികളുടെ മാധ്യം എത്ര വരും? 54 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാല് 8 11 28 x + 8 40 45 47 50 എന്നിവ ആരോഹണ ക്രമത്തിലുള്ള സംഖ്യകളും ഇവയുടെ മധ്യമം 34 ആണെങ്കിൽ എക്സിന്റെ വില ഡാഷ് ആയിരിക്കും. മധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ആണ് കേട്ടോ. മീഡിയൻ എങ്ങനെയാ കാണുക? അതായത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എടുത്തിട്ട് അതിലെ നടുവിലുള്ള സംഖ്യയാണ്. നടുവിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എത്ര സംഖ്യകളുണ്ട്? 4 2 6 8 10. 10/2 എന്ന് പറഞ്ഞാൽ 2 4 6 8 10. 10/2 എന്ന് പറഞ്ഞാൽ 5 അല്ലെ? അപ്പൊ 5 ഒരു ഒറ്റ സംഖ്യയാണ് അല്ലെ? അപ്പൊ ഇവിടെ 4 എണ്ണം വിട്ടു, ഇവിടെയും 4 എണ്ണം വിട്ടു. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് നടുവിലായിട്ട് വരുന്നത് അല്ലെ? നടുവിലായിട്ട് വരുന്നത് 2 എണ്ണമാണ്. അപ്പൊ എക്സും അപ്പൊ എങ്ങനെയാണ് മീഡിയം കാണുക? മധ്യമം കാണുക? അതായത് x + 8 ബൈ 2 ആണ് അല്ലെ? അത് 34 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2x + 8 എന്ന് പറയുന്നത് 34 × 2 എത്രയാണ്? 68. അപ്പൊ 2x എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ x എന്താവും? 60/2. അത് എത്രയാണ്? 30. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമ്മള് ഇതിന്ന് നടുവിലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ആ നടുവിലെ മാത്രം എടുക്കാം. പക്ഷെ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണാണ് ഉള്ളത് അല്ലെ? അപ്പൊ 10ന്റെ പകുതി എന്ന് പറയുമ്പോ നമുക്ക് ഏത് ചെയ്യാം? 2 എണ്ണം വരും അല്ലെ? എക്സും x + 8ഉം വരും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള ഡാറ്റയുടെ മധ്യമം 12 ആണെന്ന് തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക. അതായത് ക്ലാസ്സും തന്നിട്ടുണ്ട്, ആവൃത്തിയും തന്നിട്ടുണ്ട്. അപ്പൊ മധ്യമം കാണാനുള്ള വാക്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. m = L + n/2 - c/f × h. ഇതാണ് മധ്യമം കാണാനുള്ള, മീഡിയം കാണാനുള്ള വാക്യം, ആവൃത്തി ഉള്ളത് കൊണ്ട്.
അപ്പൊ ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് ഇത് 3, ഇത് രണ്ടും കൂടി കൂട്ടിയ 3 + a, പിന്നെ 13 + a അല്ലെ, 13 + a + b, 13ഉം 2ഉം 15 + a + b. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരിക അല്ലെ. അപ്പൊ 30 എണ്ണാണ് ആകെയുള്ളത് അല്ലെ. 30/2 എന്ന് പറയുന്നത് എത്രയാണ്? 15. 15 ഉള്ള ആവൃത്തിയാണ് ഏത് ക്ലാസ് ആയിട്ട് വരിക? മീഡിയം ക്ലാസ് ആയിട്ട് വരിക. മാധ്യമത്തിന്റെ മധ്യമം കാണാനുള്ള അതിന്റെ ഏത് ക്ലാസ് ആയിട്ട് വരണത്. അപ്പൊ ഏതാണ്? നമുക്ക് ഇതായിട്ട് എടുക്കാം അല്ലെ. ഇതാണ് മധ്യമം ആയിട്ടുള്ള ക്ലാസ് എന്ന് എടുത്തുണ്ട് വെച്ചെങ്കിൽ ഇതിന്റെ ലോവർ എന്താണ്? 10 അല്ലെ. അപ്പോ L എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ ആകെ എത്ര എണ്ണം ഉണ്ട്? 30 എണ്ണം. 30/2 എന്ന് പറഞ്ഞാൽ 15. മൈനസ് C എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ ഈ മധ്യമ ക്ലാസിന്റെ മുന്നത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി അല്ലെ, 3 + a. അപ്പോ C എന്ന് പറയുന്നത് 3 + a ആണ്. ബൈ F എന്ന് പറയുന്നത് എന്താണ്? മധ്യമ ക്ലാസിന്റെ ഫ്രീക്വൻസി, അത് എത്രയാണ്? 10. ഇനി ഇൻറ്റു H എന്ന് പറയുന്നത് എന്താണ്? ഇത് എത്ര എണ്ണം ഉണ്ട്? 20ഉം 25, 25 - 20 എന്ന് പറഞ്ഞാൽ 5 അല്ലെ. അപ്പോ ക്ലാസിന്റെ H എന്ന് പറയുന്നത് 5 ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇനി എന്താ തന്നിരിക്കണേ? ഇത് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്ന് A കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 10ഉം 5ഉം ആവുമ്പോ ഇവിടെ 2 ആയിട്ട് വരും. അപ്പൊ ഈ 10നെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും? 2 എന്ന് വരും. 12 - 10 എന്ന് പറഞ്ഞാൽ 2. 2 = 15 - 3 - a അല്ലെ. ഇവിടെ എന്ത് വരും? ഇവിടെ 2 ഉണ്ട് അല്ലെ. 15 - 3 + -a/2 എന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി എന്ത് വരും? 15 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. 12 - a. 12 - a എന്ന് പറയുന്നത് ഏതായിട്ട് വരും? ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 4 ആയിട്ട് വരും. അപ്പൊ a എന്ന് പറയുന്നത് എന്ത് വരും? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ 12 - 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ a 8 ആയിട്ടുള്ള ഒരേ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇതായിരിക്കും ബി. ഇനി ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. കാരണം a 8 ആണെന്ന് തന്ന ക്യുമുലേറ്റീവ് ആവുമ്പോ 3ഉം 8ഉം 11, 10ഉം 21, 2ഉം 23. 23 പിന്നെ 30 ആവാൻ അപ്പൊ ഇവിടെ ഏത് വരണം? 7 വരണം. അപ്പൊ ഇത് തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 5, 7, 6, 3, 2, 5, 8, 12 എന്നീ സംഖ്യകളുടെ മധ്യമം ആകുന്നത് ഏത്? മധ്യമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയിട്ട് മധ്യത്തിൽ വരുന്നതാണെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതാം? 2 ആണ് ആദ്യം, 3, പിന്നെ എന്താണ്? 5 2 പ്രാവശ്യം ഉണ്ട്, 6, പിന്നെ എന്താണ്? 7, 8, 12. ഇങ്ങനെയല്ലേ? നോക്കൂ, 2, 4, 6, 8 എണ്ണം. 2, 4, 6, 8 എണ്ണം എഴുതി. ഇനി ഇതിന്റെ മധ്യത്തിലുള്ളത് എന്ന് പറയുമ്പോ 2 എണ്ണം വരും, 5ഉം 6ഉം വരും അല്ലെ. അപ്പൊ ഇതിന്റെ മധ്യമം എന്ന് പറയുന്നത് എന്താവും? 5 + 6/2, അതായത് 11/2. അത് എത്രയാണ് വരിക? 5.5 ആണ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഡാഷ് ആണ്. 52 ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞു? 52 × 7 എന്ന് പറഞ്ഞാൽ 7 14, ബാക്കി 1, 7 35, 1 36, 364 ദിവസം കഴിഞ്ഞു. പിന്നെ അതിവർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ട്? 366 ദിവസമാണ്. അപ്പൊ 2 ദിവസമാണ് ബാക്കിയുള്ളത്. ആ 2 ദിവസം ഞായറാഴ്ച ആവാനുള്ള സാധ്യത, അതായത് എത്ര ആഴ്ചകളുണ്ട്? 7 ദിവസങ്ങളാണുള്ളത്. അതില് ഞായറാഴ്ച ആവാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/7. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. എന്തുകൊണ്ടെന്നാ നമുക്ക് 364 ദിവസം കഴിഞ്ഞു, അതായത് 52 ഞായറാഴ്ചകൾ കഴിഞ്ഞാൽ നമുക്ക് 364 ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു 2 ദിവസമേ ബാക്കിയുള്ളൂ. ആ 2 ദിവസം
ആ 2 ദിവസത്തില് ഞായറാഴ്ച വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2/7 ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഇതായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 പകിടകൾ ഒരുമിച്ച് എറിയുമ്പോൾ ലഭിക്കുന്ന സംഖ്യകളുടെ തുക 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്ര? അതായത് 2 ഡൈസ് അല്ലെ, ഡൈസ് എറിയുമ്പോ എന്ന് പറയുമ്പോ 1 തൊട്ട് 1 1 പിന്നെ എന്താണ് 1 2 അങ്ങനെ 1 6 വരെയുള്ളത് വരും അല്ലെ. പിന്നെ 2 1 2 2 അങ്ങനെയുള്ള പോസിബിലിറ്റി 2 6 വരെ വരും അല്ലെ. 3 ആവുമ്പോഴോ 3 1 തൊട്ട് 3 6 വരെ വരും. അങ്ങനെ 36 പോസിബിലിറ്റി ആണ് ഉള്ളത്. കാരണം 4 1 തൊട്ട് 4 6 വരെ വരും. പിന്നെ 5 1 തൊട്ട് 5 6 വരെ വരും. 5 6 വരെ വരും. 6 1 തൊട്ട് 6 6 വരെ വരും അല്ലെ. ഇനി ഇതില് കൂട്ടിക്കഴിഞ്ഞ അല്ലെ തുക 6ന്റെ ഗുണിതമാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1ല് 1 5 പറയാം അല്ലെ. 1 5 ഉണ്ട്. ഇനി 2ല് എന്തുണ്ട്? 2ഉം 4ഉം കൂടി കൂട്ടിയ 6 ആയി. അപ്പൊ 6ന്റെ ഗുണിതാണ് അല്ലെ. പിന്നെ ഏതെങ്കിലും ഉണ്ടാവോ 2ല്? ഇല്ല. പിന്നെ 3ല് എന്ത് വരും? 3 3 വരും അല്ലെ. 3 3 പിന്നെ എന്താ വരാ? പിന്നെ ഏതെങ്കിലും വരോ? ഇല്ല. 4ല് എന്താ വരാ? 4 2 വരും. പിന്നെ എന്ത് വരും? പിന്നെ ഒന്നും വരില്ല. 4 2 മാത്രം തന്നെ വരുള്ളൂ. ഇനി എന്താണ്? 5ല് എന്ത് വരും? 5 1 വരും അല്ലെ. 5 1 വരും. ഇനി 6ല് എന്ത് വരും? 6 6 വരും അല്ലെ. 6 6 വരും. അപ്പൊ എത്ര എണ്ണം ഉണ്ട് നോക്കൂ. എത്ര എണ്ണാണ്? 1 2 3 4 5 6 എണ്ണം അല്ലെ. അപ്പോ 6 പോസിബിലിറ്റി ആണ് ഉള്ളത്. എത്ര എണ്ണത്തില് ആകെയുള്ളത് പോസിബിലിറ്റികൾ എത്രയാണ്? 36 എണ്ണം അല്ലെ. അതില് 6 എണ്ണം എന്ന് പറയുമ്പോ 6/36 അല്ലെ. അത് എത്രയാണ്? 1/6 ആണ്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കിടയിൽ 50 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ഒരു പറമ്പിലേക്ക് അടിച്ച പന്ത് ആ പറമ്പിലെ 25 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിൽ വീഴാനുള്ള സാധ്യത എന്ത്? എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? അതായത് പറമ്പ് എന്ന് പറയുന്നത് പറമ്പിന്റെ വിസ്തീർണം എങ്ങനെയാണ്? നീളം ഇൻറ്റു വീതി, അതായത് 50 × 40. അതിന്ന് കുളത്തിലേക്കുള്ള വിസ്തീർണം എത്രയാണ്? 25 × 20. അതിനുള്ള പോസിബിലിറ്റി ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? 50 × 40 ഡിവൈഡഡ് ബൈ 25 × 20. അപ്പൊ എത്ര വരും? ഇവിടെ 2 പ്രാവശ്യവും ഇവിടെ 2 പ്രാവശ്യവും. അപ്പോ ഏതാണ്? സോറി, ഇതില് 50 × 40 എന്ന് പറയുന്നത് എത്രയാണ്? ആ പറമ്പില് 25 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിൽ വീഴുവാനുള്ള സാധ്യത. സോറി, ഇതില് നമ്മൾ ആദ്യം തന്നെ പറയണത് എന്താണ്? കുളത്തിന്റെയാണ് പറയേണ്ടത്. അപ്പൊ 25 × 20 ഡിവൈഡഡ് ബൈ എന്താണ്? ആകെ പറമ്പ് എത്രയുണ്ട്? 50 × 40 ആണ്. അപ്പൊ 50 × 40 ഇങ്ങനെയാണ് വരേണ്ടത്. 25 × 20 ഡിവൈഡഡ് ബൈ 50 × 40. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 2 വരും. ഇവിടെ 2 വരും. 1/4 എന്ന് വരും. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നിങ്ങൾ മറക്കരുത്, ആദ്യം നമ്മൾ കുളത്തിന്റെ ആണ് വിസ്തീർണം എടുത്തത്. കുളത്തിന്റെ വിസ്തീർണം ആദ്യം എടുക്കണം, ഡിവൈഡഡ് ബൈ ആകെയുള്ള പറമ്പ്. കാരണം ആകെയുള്ള നമ്മള് എത്ര പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണത് അല്ലെ. അപ്പൊ പോസിബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുളത്തിന്റെ വിസ്തീർണം ഡിവൈഡഡ് ബൈ ആകെയുള്ള പറമ്പിന്റെ വിസ്തീർണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ 1/4 0.25 ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കൂട് ചീട്ടിൽ നിന്ന് ഒരു ചീട്ട് റാൻഡമായി എടുത്താൽ അത് രാജാവ് ചീട്ട് ആവാതിരിക്കാനുള്ള സാധ്യത ഡാഷ് ആയിരിക്കും. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്? രാജാവ് എത്ര രാജാവിന്റെ ഷീറ്റ് ഉണ്ട്? അതായത്
4 പോസിബിലിറ്റി ആണ് രാജാവ് ഉണ്ടാവുക അല്ലെ, 4 എണ്ണം. 52 കാർഡിൽ 4 എണ്ണാണ് രാജാവ് ഉണ്ടാവുക. അപ്പൊ 52 മൈനസ് 4, ആ രാജാവിനെ 4 എണ്ണത്തിന് കളഞ്ഞ എത്ര എണ്ണം ഉണ്ടാവും? 48 കാർഡ് ഉണ്ടാവും അല്ലെ. 48 കാർഡില് 48 കാർഡ്, അത് എല്ലാ കാർഡും കൂടി ഇതെന്ന് പറയുന്നത് എന്താണ്? 52 കാർഡാണ്. അപ്പൊ 48/52 വരും. അത് എത്രയാണ്? 20 ഇവിടെ എന്ത് വരും? 26, 2 ആണ് 52. ഇവിടെ വരുമ്പോഴോ ഈ 2 4, 4 2 8, 24 എന്ന് വരും. ഇവിടെ ഒന്നും കൂടി നോക്കിയാൽ 12 വരും. ഇവിടെ 13 വരും. 12/13, അതായത് എ എന്നുള്ളതാണ് ആൻസർ. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ എത്ര കാർഡ് ഉണ്ടോ ആ രാജാവ് ചീട്ട് ആവാതിരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആയിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ 4/52 ആണ് വരിക. പക്ഷെ ആവാതിരിക്കാനുള്ളത് എന്ന് പറഞ്ഞപ്പോ 52 ഈ 4 മൈനസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എന്തായിട്ട് എഴുതിയത്? അംശമായിട്ട് എഴുതിയത്. ഛേദം എന്ന് പറയുന്നത് എല്ലാ ഷീറ്റും കൂടിയത്, അതായത് 52. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സാധ്യതയുടെ സവിശേഷതകൾ ഏതെല്ലാം? എല്ലായ്പ്പോഴും ഒന്നോ അതിൽ കുറവോ ആയിരിക്കും. എല്ലായ്പ്പോഴും 0 അതിൽ കൂടുതലോ ആയിരിക്കും. എല്ലായ്പ്പോഴും പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. ഇതിൽ പോസിറ്റീവ് സംഖ്യ ആയിരിക്കും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം 0 ഉണ്ടാവാം അല്ലെ, പോസിബിലിറ്റി 0 ഉണ്ടാവാം. അപ്പൊ ഏതാണ് ആൻസർ? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. എല്ലായ്പ്പോഴും ഒന്നോ അതിൽ കുറവോ ആയിരിക്കും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെന്താണ്? 0 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പകിട എറിയുമ്പോൾ ഒരു അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത. അതായത് ഒരു പകിട എറിയുമ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. ഇത്രയും പോസിബിലിറ്റി ആണ് ഉണ്ടാവണത് അല്ലെ. അതില് അഭാജ്യ സംഖ്യ ആവണം എന്ന് പറഞ്ഞാൽ 2 അഭാജ്യ സംഖ്യയാണ് അല്ലെ, 3 അഭാജ്യ സംഖ്യയാണ്, 5 അഭാജ്യ സംഖ്യയാണ്. 3 എണ്ണം എത്ര എണ്ണത്തുനിന്ന്? 6 എണ്ണത്തുനിന്ന്. അപ്പൊ 3/6 എന്ന് പറയുന്നത് എത്രയാണ്? 1/2. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.